ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ്, അബിയും ജാനകിയും എല്ലാവരും. പക്ഷേ കുറേ നേരമായിട്ടും അബിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അബി തൻ്റെ അച്ഛനെക്കുറിച്ച് തന്നെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ പഴയതുപോലെ എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അബിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്ന സൗണ്ട് കേൾക്കുകയാണ്. അബി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അബിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് മെസ്സേജ് വന്നത്. നീ എൻ്റെ റൂമിലേക്ക് വാ എന്നതാണ് ആ മെസ്സേജ്. അബി അത്ഭുതപ്പെടുകയാണ്. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അച്ഛൻ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയപ്പോൾ അബി ഞെട്ടിപ്പോവുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായിട്ടത് അച്ഛൻ മുൻപിൽ നിൽക്കുന്നു. അബി വല്ലാത്തൊരു അന്താളിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത് എന്താണ് സംഭവിച്ചത്? അബി കൈകൊണ്ട് അച്ഛനെ തൊട്ടു നോക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പവുമില്ല മോനെ. അത് കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ അച്ഛനിത് എന്തിനാണ് ഞങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ് അബി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാവരും എൻ്റെ മരണം ആഗ്രഹിച്ചതല്ലേ മോനെ, അതുകൊണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ ആക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് കാലത്ത് അബി അച്ഛൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അപർണ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നതാണ്. എന്നിട്ട് അബി റൂമിലേക്ക് വന്ന് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ സൂക്ഷിക്കണം, അപർണ ഇതിലെ അതിലെ ഒക്കെ നടക്കുന്നുണ്ട്, ഞാൻ സൂക്ഷിച്ചു കൊള്ളും എന്ന് പറയുകയാണ് അച്ഛൻ. പിന്നെ കാണിക്കുന്നത് അപർണയെയും പ്രഭാവതിയെയുമാണ്. അപർണ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ മുറിയിൽ നിന്ന് അച്ഛനും അബിയും തമ്മിൽ ഭയങ്കര സംസാരമാണ്. ഒരുപക്ഷെ അപർണയ്ക്ക് വല്ല സംശയവും തോന്നിയോ ആവോ, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രൊമോയിൽ കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയെയും ജാനകിയെയും മുത്തശ്ശിയെയുമാണ്. അബി പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, ഇനി അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ മുത്തശ്ശി കൂട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജാനകി പറയുകയാണ്, അതെ, അത് ശരിയാണ്, ഞങ്ങൾ കൂട്ടിരുന്നാൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്തി തീർക്കും. അതുകൊണ്ട് മുത്തശ്ശി തന്നെ നിൽക്കുന്നതാണ് നല്ലത്. മുത്തശ്ശിക്ക് അതൊന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മുത്തശ്ശിക്ക് ആരോടും സ്നേഹമില്ല, സ്വന്തം മകനോട് പോലും. ആ വീട്ടിലെ എല്ലാ വഴക്കിൻ്റെയും കാരണം ഈ മുത്തശ്ശിയാണ്. അബിയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം തന്നെ. സ്വന്തം മകൻ തന്നെ ആ അമ്മയ്ക്ക് പറ്റിയ ഒരു പേരും ഇട്ടിട്ടുണ്ട്, മന്ദര. ശരിക്കും ആ പേരിന് അർഹയാണ് അവർ. അങ്ങനെയുള്ള അവർ ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കൂട്ടിയിരിക്കുകയില്ല എന്ന് അബിക്കും ജാനകിക്കും നന്നായിട്ടറിയാം. എങ്കിലും ഒന്ന് പേടിപ്പിക്കുകയാണ്. മുത്തശ്ശിക്ക് നന്നായി അണിഞ്ഞൊരുങ്ങാനും കുറേ സ്വീറ്റ് കഴിക്കണം, പിന്നെ വീട്ടിനുള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് മുത്തശ്ശിക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.